കണ്ണൂർ കാക്കയങ്ങാട് നിന്ന് പിടികൂടിയ പുലിയെ തുറന്നുവിട്ടു. കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി വനമേഖലയിലാണ് തുറന്നുവിട്ടത്. പുലിയെ തുറന്നുവിട്ടത് രാവിലെ 11 മണിയോടെ. സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പിടികൂടിയ പുലിയെ കർണാടക അതിർത്തിയിൽ തുറന്നുവിട്ടിരിക്കുന്നു. കണ്ണൂരിലെ കാക്കയങ്ങോട് നിന്ന് പിടികൂടിയ പുലിയെയാണല്ലോ കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി വനമേഖലയിൽ തുറന്നുവിട്ടത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കണ്ണൂർ കാക്കയങ്ങാട് നിന്ന് കഴിഞ്ഞ ദിവസം മയക്കുവെടി വെച്ച് പിടികൂടിയ പുലിയെയാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തുറന്നുവിട്ടത്. കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി വനമേഖലയിലാണ് ഈ പുലിയെ തുറന്നുവിട്ടിരിക്കുന്നത്. കാരണം ഈ പുലിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇന്നലെ പിടികൂടിയ സമയം തൊട്ട് ആറളം വനം വന്യജീവി സങ്കേതത്തിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ നിരീക്ഷണത്തിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ ഈ പുലിയെ ഈ ഒരു ബ്രഹ്മഗിരി വനമേഖലയിൽ തുറന്നു വിട്ടു എന്നാണ് നമുക്ക് വനവകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പുലിയെ എവിടെയാണ് തുറന്നു വിടുന്നതെന്ന് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. ജനവാസ മേഖലയിലായിരിക്കരുത് ഇതിനെ തുറന്നു വിടുന്നതെന്ന് നേരത്തെ ജനങ്ങളും പറഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് വേണം ഈ പുലിയെ തുറന്നു വിടുന്നത് എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നലെ ഏതാണ്ട് 5 മണിക്കൂറോളം നിരീക്ഷിച്ചതിന് ശേഷം ഈ പുലിയെ ഇത്തരത്തിൽ ബ്രഹ്മഗിരി വനമേഖലയിൽ തുറന്നുവിടാൻ വേണ്ടി അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി പുലിയെ തുറന്നുവിടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വനംവകുപ്പ് കൊട്ടിയൂർ റേഞ്ചാണ് സംഭവത്തിൽ കേസെടുത്തത്. കാരണം ഈ പുലി കെണിയിൽ അസ്വാഭാവികമായി കുടുങ്ങി എന്നൊരു രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ മറ്റ് ഈ പന്നിക്കണി വെച്ചു എന്നുള്ള ആരോപണമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ഈ കെണിയിൽ കുടുങ്ങിയ സംഭവത്തിൽ അസ്വാഭാവികമായി പുലി കുടുങ്ങി എന്നതിൽ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. ആരെങ്കിലും ഇതിൽ ഉത്തരവാദികളാണോ എന്ന തരത്തിൽ നിലവിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഈ ആരാണ് കുറ്റക്കാർ, ഈ പുലിയെ എങ്ങനെയാണ് കെണിവെച്ചത് എന്നടക്കമുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അന്വേഷണം നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിനോദ്. മിഥുൻ പിള്ള, അതേപോലെ തന്നെ ഈ കണ്ണൂർ കാക്കയങ്ങാട് ഭാഗത്തു നിന്ന് പുലിയെ പിടികൂടിയതോടുകൂടി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് വിരാമമായിട്ടുണ്ടോ? മറ്റ് തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇപ്പോൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടോ മിഥുൻ പിള്ള? വിനോദ്, ഇതൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ്. വളരെ അടുത്ത് തന്നെയാണ് ആറളം ഫാമും ആറളം വന്യജീവി സങ്കേതവും ഒക്കെ ഉള്ളത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരവധി തവണയായി വന്യമൃഗ ശല്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. പലതവണ ഈ ഭാഗത്തൊക്കെ തന്നെ കാട്ടുപന്നി ശല്യവും കാട്ടാന ശല്യവും, തൊട്ടടുത്തുള്ള ഫാമിലടക്കം വലിയ കാട്ടാന ശല്യവും, അവിടെ ഈ കള്ള് ചെത്താൻ വന്ന ആളെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന അടക്കമുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ് ഈ കാക്കയങ്ങാട് എന്ന് പറയുന്ന പ്രദേശം. പക്ഷേ ഈ കാക്കയങ്ങാട് ഇന്നലെ പുലിയെ കണ്ടെത്തിയ പ്രദേശം എന്ന് പറയുന്നത് കാക്കയങ്ങാട് നഗരത്തിൽ തന്നെയാണ്. അതാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ടാക്കിയൊരു സംഭവം. കാരണം ഈ സാധാരണഗതിയിൽ വനമേഖലയോട് വളരെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വന്യമൃഗങ്ങളെ കാണാറുണ്ടെങ്കിൽ പോലും ഈ പുലി അടക്കമുള്ള അപകടകാരികളായ മൃഗങ്ങൾ ഈ ജനവാസ മേഖലയിൽ സജീവമായി വരുന്നത് ജനങ്ങളെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഈ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് വ്യാപകമായി ഇറങ്ങുകയും കൃഷിയടക്കം നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായൊരു കാഴ്ചയാണ്. അതിനിടയിലേക്കാണ് ഈ പുലി കൂടി വന്നിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പുലിയെ ജനവാസ മേഖലയിലല്ല അങ്ങ് ബ്രഹ്മഗിരി വനമേഖലയിൽ കൊണ്ടുവിട്ടത് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണ് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ എവിടെ കൊണ്ട് വിടും, തൊട്ടടുത്തുള്ള ആറളം വന്യജീവി സങ്കേതത്തിൽ തുറന്നു വിടുമോ എന്നൊരു ഭയം ജനങ്ങൾക്കുണ്ടായിരുന്നു. കാരണം അവിടെയെങ്ങാനുമാണ് തുറന്നു വിട്ടതെങ്കിൽ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് പുലി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിനോദ്. തീർച്ചയായും കണ്ണൂരിൽ നിന്നും പിടികൂടിയ പുലിയെ, കണ്ണൂരിലെ കാക്കയങ്ങാട് മേഖലയിൽ നിന്നും പിടികൂടിയ പുലിയെയാണ് കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി വനമേഖലയിൽ തുറന്നുവിട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.